ഗൈസ്, നമുക്കൊന്ന് കോഴിക്കോടൊക്കെ പോയി എന്നാലോ? അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റിങ്ങാനും വേഗമൊക്കെ എടുത്താട്ടോ പോകുന്നത്. കോഴിക്കോട് ബീച്ചിലേക്ക് തന്നെയല്ല, മിഠായി തെരുവിലേക്ക് കേട്ടോ കൂടി പോകുന്നത്. അങ്ങനെ താക്കും ഞങ്ങൾ വണ്ടി വിട്ടു കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കടപ്പങ്ങൾ ചുങ്കൻ ജംഗ്ഷനിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് തിരക്കുണ്ടാകുമെന്നൊന്നും അറിയൂല കേട്ടോ. KLFൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്ന് നല്ല തിരക്ക് തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾ വൈകുന്നേരം കേട്ടോ പോകുന്നത്. എന്നിട്ട് രാത്രി വരെ നിൽക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. ഇനി അവിടെ എത്തിയാൽ ഇപ്പം എന്താണെന്ന് അറിയില്ല. അതാകെ നമ്മളിനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ബസ്സിലേ ഇപ്പോൾ പോകാൻ പറ്റും. അങ്ങനെ വണ്ടി ഇതാക്കുന്ന നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇനി ബസ്സിലേക്കാട്ട് കയറണം. ബസ് തന്നെ കിട്ടാനതിന് എന്തോരോ പണി വേണം. അതൊക്കെ ഞങ്ങൾ ഇനി എവിടെ പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്നും ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയതാ. ബസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം എനിക്ക് ബസ് പോകുന്നത് അധികം ഇഷ്ടമല്ല. കാരണം അത് അവിടെ നിർത്തും, ഇവിടെ നിർത്തും, ഇവിടെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മക്കാരൻ്റെ. അങ്ങനെ അതാ ബസ്സിൽ തന്നെ എന്തോരോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ ഗൈസ് നമ്മളിവിടെ എത്തി. നമ്മളിതാ SM സ്ട്രീറ്റ് മിഠായി തെരുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് SM സ്ട്രീറ്റിലേക്ക് നടന്നിട്ട് ഇനി അവിടെ നിന്ന് കോഴിക്കോടിലേക്ക് നടക്കാൻ കേട്ടോ നമ്മുടെ പ്ലാന്. നടന്നിങ്ങനെ കാല് മൊത്തം വേദന ആവുന്നുണ്ട്. ഇപ്പം വേദനയില്ല, ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ വേദന നന്നായിട്ട് കൂടും. അതിൻ്റെയൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പുറത്ത് പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ വരുമ്പോൾ കയറും. അങ്ങനെ ഇതാക്കുക നമ്മൾ മിഠായി തെരുവിലൊക്കെ പോയി. അന്ന് അതിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇതായി നമ്മൾ ഇവിടേക്കാട്ടോ പോകുന്നത്. കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാ നടക്കുക കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടാൽ എനിക്ക് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ട്രെയിൻ വരിക എന്നുള്ള ഇതിലാണ്. അങ്ങനെ നമ്മൾ ഒരു ഇടത്ത് നടന്നിങ്ങനെ കോഴിക്കോട് ബീച്ചിലങ്ങോട്ടാട്ട് എത്തി. അങ്ങനെ ബീച്ച് കാണുമ്പോൾ നല്ല രസമുണ്ട്. എന്തോരോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ കടകളൊക്കെ ഇവിടെ അല്ലായിരുന്നു, ഒക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെന്താ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എന്തോരോ ആൾക്കാരുണ്ട്. എല്ലാവരും കുറേ ഫോട്ടോസിലും കുറേ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. പട്ടം പറക്ക് അങ്ങനെ എന്തൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പട്ടയിൽ കാണുന്നില്ല, പട്ടം പറക്കുന്നാണ് ഫോട്ടോ എടുത്തത്. കൊണ്ട് നല്ല വ്യൂ ആട്ടോ കിട്ടുന്നത്. തിരമാലകളൊക്കെ ഇപ്പോൾ ഒന്നുകൂടി കൂടുതലായി വരുന്നത് ഉള്ളപ്പോഴാട്ടോ എനിക്ക് തോന്നിയത്. അതൊക്കെ എന്തോരോ ആൾക്കാർ, അങ്ങോട്ടൊക്കെ എന്തോരോ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ കുറേ ഫോട്ടോസ് റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ വേറെ ഒരു കുഞ്ഞ റീൽസ് എടുത്തിരിക്കുന്നത് ഇവിടെ ഓടി വരുന്നത് ഇതവൾ സ്വന്തം ഞാനും കൂടിയുള്ള ഒരു റീലാട്ടോ വന്നത്. കണ്ടോ, ഞാനിനി അപ്പുറത്തേക്ക് തന്നെ ഓടുന്നതാണ്. അപ്പോൾ അവളിൻ്റെ ബെക്കിലും കൂടി ഓടി വരുന്നതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നേരത്തെ KLFൻ്റെ പരിപാടി ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക ലേറ്റ് ആകുന്ന വീട്ടിലേക്കൊക്കെ എത്താൻ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടോ. നല്ല തിരക്കുണ്ട്, നല്ല ലേറ്റ്, മരങ്ങളിലൊക്കെ ലേറ്റൊക്കെ ആയിട്ട് കണ്ടോ. ഒരു ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബീച്ചിലേക്കൊന്നും അധികം ആളില്ല, എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ആ കടൻ്റെയൊക്കെ അടുത്തേക്കായി എന്തോരോ ആൾക്കാരുടെ കുറേ ബലൂണും എല്ലാം മരങ്ങളിലും ഇങ്ങനെ നല്ല തിളങ്ങുന്ന ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തോരോ ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണാൻ വന്നതാട്ടോ. KLFൻ്റെ പരിപാടി കാണാൻ എന്തോരോ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാം എത്തുമ്പോഴും അതിനനുസരിച്ചുള്ള എന്താ പറയുക ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആട്ടോ സ്റ്റേജ്. അതൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്താണ് നമ്മൾ ലൈറ്റൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ കുറേ കടയൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കാണാനാട്ടോ വന്നത്. അങ്ങനെ ഇതാക്കുന്ന KLFൻ്റെ പരിപാടിയൊക്കെ വന്നിരുന്നു. അതിൻ്റെ പരിപാടിയാണ് ഞങ്ങൾ ഏറ്റവും ബീക്കിലാണുള്ളത്. എന്നാൽ പിന്നെ ഇനിയും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാമല്ലോ. അങ്ങനെ കുറേ പരിപാടിയൊക്കെ കണ്ടുന്നു. പിന്നെ ഇതാക്കുക നമുക്ക് വിഷക്കില്ലേ. പിന്നെ അതാ കാടമുട്ടയൊക്കെ തിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കാടമുട്ട. എന്താക്കുന്ന കാടമുട്ടയൊക്കെ തിന്നു. 2 or 3 പ്ലേറ്റ് അങ്ങനെ വാങ്ങിക്കിട്ടോ. ഞാൻ വെറും ഒരു 5-6 പോലെ തിന്നിട്ടുള്ളൂ കേട്ടോ. ഐസ്ക്രീം, ചുവൻഡേസ് അങ്ങനത്തെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാവുന്ന എടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ എടുക്കാനാവും, ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ എല്ലാം എടുക്കുന്നുണ്ട്.
ഉണ്ട് എന്തോരോ ഉപ്പിലിട്ടൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോളപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചോളത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. മാങ്ങയൊക്കെ പിന്നെ നമ്മൾ സാധാരണ തിന്നുന്നതല്ലേ, അതൊക്കെ പിന്നെ ടേസ്റ്റിൻ്റെ കണ്ടോ. എന്തോരോ ആൾക്കാരുണ്ട്, പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ വേഗം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കണ്ടോ എന്തോരോ ആൾക്കാരുണ്ട്. പീടികകളിലൊക്കെ ഓരോരോ പീടികകളിലായി നിറച്ച് ആൾക്കാരോട് നിറഞ്ഞുത്തിരിക്കുകയാണ്. കുറേ ആൾക്കാർ കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളിനി വീട്ടിലേക്കാട്ട് പോവുക. എല്ലാം തിന്നിങ്ങനെ പാർസൽ വീട്ടിലേക്കും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അവൾ ബസ്സിന് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ കേട്ടോ. ആയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ബസ് കളിക്കാനൊരു കാരണമുണ്ട്. കാരണം അതാ അപ്പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി ഒറ്റ ഒരാളില്ല കണ്ടോ, ആരുമില്ല. ബസ് ഡ്രൈവറും കണ്ടക്ടറും നമ്മൾ മൂന്നാളും, വേറെ ആരുമില്ലല്ലോ. എന്നെക്കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അവൾ കളിച്ച് വികാൻ പോയി. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം.